ഇപ്പൊ ചെയ്ത പോലെ അറിയാണ്ട് അങ്ങ് പൊട്ടിക്കും ഞാൻ. അങ്ങനെ ഒരു വട്ടം പൊട്ടിയിട്ട് എനിക്ക് അത്യാവശ്യത്തിന് കിട്ടിയതായിരുന്നു. എന്നിട്ട് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടാ, അറിയാണ്ട് എടുത്ത് അങ്ങ് പൊട്ടിക്കും ഞാൻ. എന്താ അറിയില്ല, ഞാൻ ഒരു നിമിഷം ഞാനങ്ങ് ഇല്ലാണ്ടായി. മറ്റേ ഇത് വണ്ടി ഓണാവാത്ത കണ്ടപ്പോഴേ വണ്ടിയുടെ പരിപ്പിളകിയിട്ട് അത് വേറെ കാര്യം. അവിടെ എന്തെങ്കിലും ഉണ്ടാ ഓടാ വണ്ടി നീങ്ങാത്തത് കേറ്റാണാ. അങ്ങനെ കൊറേ നാൾക്ക് ശേഷം നിങ്ങൾ പറഞ്ഞ ടവർ അല്ല. രാവിലെ 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 എന്ത് രസാടാ. ഇവിടെ എന്ത് വണ്ടിയാണല്ലേ. പാനാടണ സൗണ്ടാണ് അത്. ഗിഫ്റ്റ് രാവിലെ തിന്നാളത് ഗിഫ്റ്റ് കിട്ടി. ഈ വണ്ടി നമ്മുടെ കയ്യില് ഇതിന് മുന്നേ കിട്ടിയിട്ടില്ല അല്ലേ. ഇതെന്തിനു സൂമിയാണ് ഇങ്ങനെ അല്ല വട്ടുണ്ടാ. ഇവിടെ എന്താ ഈ വണ്ടിക്ക് എന്താ പ്രത്യേകത? 3 ലിറ്ററിന്റെ ഒരു പോട്ടഞ്ചുള്ള വണ്ടി. ആരോ എന്നോട് പറഞ്ഞു ഈ ബെഡൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കാൻ. എങ്ങനെയാണ് അതൊക്കെ പറ്റണേ? നിങ്ങക്ക് എങ്ങനെ സാധിക്കുന്നു അത് പറയാൻ? ഈ ബെഡാ വണ്ടിയിലെടുത്ത് വെക്കണേ നന്നായിണ്ട്. ഈ ബെഡ് ഒന്നും എടുക്കാൻ പറ്റടേ. ഞാനാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. പെട്ടോടിക്കാൻ പമ്പില്ല. ഹെൽത്ത് കിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്നു. അപ്പൊ നമ്മൾ കരയും ഇതൊക്കെ എടുക്കായിരുന്നു കൊണ്ട്. കണ്ണടയുണ്ട്. കണ്ണട വെച്ചടാ ഞാൻ. നാട്ടെ യോ ബ്രോ, ഇതാണ് ഞാൻ. യെസ് സാർ. ഇവിടെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതൊക്കെ എടുക്കാണ്ട് മിസ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ ഇത് കിട്ടാണ്ട് കരയും. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുമല്ല കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. പെയിന്റ് അടിച്ചിട്ട് വരാം നമുക്ക്. ഇത് വേസ്റ്റാ. മതിയിലോ മഞ്ഞ വണ്ടിയാക്കി. എടാ ഇത് ഞാൻ ചോദിക്കണം, നമ്മൾ ഈ ഒരു വണ്ടി എടുത്താലാണോ ഇത് നമുക്ക് അടുത്ത അപ്ഗ്രേഡ് കിട്ടുള്ളൂ? അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കൂ? അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കും. കാര്യം എനിക്കറിയില്ല. അങ്ങനെ വല്ല സംഭവം ഉണ്ടെങ്കിൽ പണിയാണ് കേട്ടാ. നമ്മുടെ വണ്ടി ഗോൾഡൻ കളർ സെറ്റ്. ഏതാ വണ്ടി? അടിപൊളി വണ്ടി. എന്റെ അമ്മോ, തിളങ്ങും വണ്ടി ചെയ്യുന്നുണ്ട് അല്ലേ. നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം എനിക്കറിയില്ല നമ്മളിവിടുന്ന് ഐറ്റംസ് എടുക്കാണ്ട് പോണതേ. ഞാൻ ഇവിടുന്ന് ഒന്നും എടുക്കണില്ല. കാര്യം എടുക്കാനായിട്ടൊന്നും ഇല്ല. നമ്മൾക്ക് എടുക്കാനായിട്ടൊന്നുമില്ല. ബാക്കിലെ ഡോർ നമ്മൾ ഓൾറെഡി അപ്ഗ്രേഡഡ് ആണ് നമ്മുടെ സ്ഥലം. ഐ മീൻ വണ്ടി. ആൻഡ് നിങ്ങൾ പറഞ്ഞ ടവർ അത് എനിക്കറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. എന്റെ വണ്ടിയിലാണെങ്കിൽ ഞാൻ ഒരു സാധനം കയറ്റിയിട്ടില്ല കേട്ടാ. ഗണ്ണൊക്കെ കുറെ എടുക്കണം എന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ ഗണ്ണും കാര്യങ്ങളും ഒന്നും എടുക്കില്ല. കാരണം ഗണ്ണ് ഓൾറെഡി ഇൻഫിനിറ്റി ബുള്ളറ്റ്. പിന്നെ എന്തിനാ ഗണ്ണെടുക്കണേ? ഇവിടെ വേസ്റ്റ് അല്ലാതെ കൊറേ വേസ്റ്റ്. ഇത് വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ആരോ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ വെയിറ്റ്, ഇപ്പൊ വരാമേ. വണ്ടിയുടെ ഫുൾ പവർ എടുത്ത് ഓടിക്കട്ടെ. ഞാൻ വണ്ടിയുടെ ഫുൾ പവർ. ഏതാ പവർ കണ്ട? ഈ പവറിൽ പോണ്ട വണ്ടിയാണ് ഞാൻ മറ്റേ വണ്ടി വലിച്ചുകൊണ്ട് പോണേ. ഇനി അതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾ പറ. ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതൊരു വേസ്റ്റ് പരിപാടിയാ. എന്തായാലും ഇവിടെ ആർപ്പിക്കണ കണ്ടോണ്ട് വന്നു. എന്തായാലും എടുത്തായാലും തന്നെ വെക്കാം. നിങ്ങൾ ഇനി കമന്റിൽ ഇടരുതല്ലോ ബ്രോ, അത് എടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂഞ്ചിയില്ലേ. ഈ ടയർ എടുത്തിട്ട് ആ സാധനത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണം. കൊറേ ആർപിജി ഉണ്ട് മൊത്തത്തില്. എന്റെ ടയറാണ്. ടയർ പോയി. ടയർ അങ്ങടെ പോയി. വളരെയധികം അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 2 ടയറങ്ങ് പോവാം. ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായി എല്ലാ ദിക്കിലും എനിക്കൊരു വണ്ടി ഉണ്ട്, എല്ലാ വണ്ടിയും ഞാൻ നേരെയാക്കിയിരിക്കുന്നത്. അതന്നെ. പിന്നെ എന്താ വെച്ചാലേ, ഇപ്പൊ നമുക്ക് ഈ വണ്ടി ഇത്ര പവറിൽ ഓടിക്കാൻ പറ്റും. വലിച്ചുകൊണ്ട് പോകുമ്പോ നമുക്ക് ഇത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല. അതൊരു വേസ്റ്റ് ആണ് ആക്ച്വലി അല്ലേ. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് വേസ്റ്റ്. എനിക്ക് തോന്നല്ലേ അങ്ങനെ അതിന്റെ ആവശ്യമുണ്ട് എന്ന്. ഞാൻ അത് ചെയ്യണതേ പണ്ടത്ര അതെന്റെ മനസ്സെന്നോട് പറയണേ. ഈ പൊട്ട വണ്ടി വലിച്ചോണ്ട് ഇത്രയും ദൂരം പതുക്കെ ഇഴഞ്ഞഴിഞ്ഞു പോകേണ്ട ആവശ്യമുണ്ട് എനിക്ക്? നിങ്ങക്ക് തോന്നണ്ട? ഇല്ല. ദാറ്റ് ഈസ് വാട്ട് ഇന്ത്യ സെയിങ്. അവിടെ ടയർ ഉണ്ടല്ലോ. ഉറക്കൂ. അറ്റാച്ച് ആവൂ. ഇവിടെ അറ്റാച്ച് ആവൂ. അത് കൊള്ളാം. അതെന്തായാലും നന്നായി. ഇതെടുത്തോളൂ. ആവശ്യം വരുമായിരിക്കും. അത് കിടക്ക് വണ്ടിയാടാ. ഇഷ്ടപ്പെട്ട്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടേ. നമ്മൾ എടുക്കുന്നു ഗോപാലൻ. എടുത്തോ. ഈ വണ്ടി ഞാൻ ഇനി കൊണ്ടുപോകണില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ ടയറും. ഇനി ആ വണ്ടി ഞാൻ എടുക്കണില്ല. ആ വണ്ടി എന്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒഴിവാക്കി. സോറി സുഹൃത്തുക്കളെ. ഈ വണ്ടി എന്ത് മനോഹരമാണ്. ഇതിനെ ഞാൻ പറഞ്ഞെനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഇടാം. കൊള്ളാം. നല്ലൊരു അപ്ഗ്രേഡാണ്. അപ്ഗ്രേഡ് വെച്ചാൽ നമ്മൾ ഈ വണ്ടി വലിച്ചോണ്ട് ഒരു വേസ്റ്റ് പരിപാടിയാടാ. അതായത് ആ വണ്ടിയുടെ വെയിറ്റും താങ്ങാൻ വയ്യ. മനുഷ്യന് ഇരിക്കാനും വയ്യ, നിക്കാനും വയ്യ. ഇതൊക്കെ എന്ത് സാധനം? അതിന്റെ റോക്കറ്റ്. നമ്മൾ ഓൾറെഡി ഫ്യൂവലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നിരുന്നത്. അതാണ് നമ്മുടെ ബ്രെയിൻ, ബുദ്ധി. എമോണ്ട്ര ഇതിലെന്തൊക്കെയോ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇപ്പൊ നമുക്ക് ആവശ്യമില്ല. ഒരു സോംബി അപ്പോക്ലിപ്സ് വന്നു കഴിഞ്ഞാൽ സേവ വള്ള എല്ലാ സാധനം എന്റെ കയ്യിലുണ്ടാവും.
അന്നേരം നിങ്ങൾ പറയും കൈകൂപ്പിയിട്ട് ജീട്ടിക്ക് ഇടില്ലെന്ന്. സോ ഞാൻ ഇനി ഒരു 50 ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോണേ. ബാക്കിയുള്ള ആൾക്കാരെ പോലെ അല്ല ഞാൻ കുറച്ച് വീക്ഷണം കൂടുതലുള്ള ഒരാളായോണ്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോംബി അപ്പോക്ലിപ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. കണ്ട ഏതാ റേഞ്ച് എന്റെ. അപ്പൊ ശരി, ബൈ. അത് പോയി കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുറച്ച് സ്പീഡിൽ പോണേ. കണ്ട ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ട് മനുഷ്യന് വണ്ടി ഓടിക്കാൻ. മറ്റതൊരു മാതിരി പതുക്കെ വണ്ടി ഓടിക്കാനും പറ്റില്ല. ഇപ്പൊ മനുഷ്യന് കുറച്ച് സമാധാനം ഉണ്ടല്ലോ. എന്താ ഗിഫ്റ്റ് കിട്ടണേ. ഓ എന്തേലും കിട്ടടാ പ്ലീസ്. ഹെൽത്ത് കിറ്റൊക്കെ എപ്പോഴും നമ്മൾ കൈ പിടിക്കണം ദിക്കിലേക്ക് പോകുമ്പോ. സോംബി അപ്പോക്ലിപ്സ് വന്നു കഴിഞ്ഞാൽ എന്തിനും നേരിടാൻ വേണ്ടിയാണോ നമ്മൾ പോണേ. നമ്മളിപ്പോ ഹെൽത്ത് കിറ്റ് ഇമ്പോർട്ടൻസ് ആണ്. ഇത് നമുക്ക് പിടിക്കാം. ഇതെന്തിനാ നിങ്ങൾ മനസ്സിലായി? സോംബി വരുമ്പോ ഞാൻ ഇതിനെടുത്ത് പുറത്തിടും. അങ്ങനെ സോംബി ആയിരിക്കും ഇത് ഞാനാന്ന്. പോവാം. അടുത്തൊരു വീട് കണ്ടുപിടിക്കണ വരെ ജിടിയുടെ യാത്ര തുടരും. ഇത് സമാധാന വണ്ടി ഓടിക്കാൻ സ്പീഡില്. ഇൻവിസിബിൾ ആയിട്ട് ഇടിച്ചടാ ഞാൻ. സമാധാനം എന്ന് പറഞ്ഞുള്ളൂ. ഇൻവിസിബിൾ ആയിട്ട് എവിടെ ഓടിച്ച്? നിങ്ങൾ പറഞ്ഞ ടവർ എവിടെയാടാ? നിങ്ങൾ എന്നെ പറ്റിച്ചതാണോ? 24 കിലോമീറ്റർ ഞാൻ വന്നു. 24 കിലോമീറ്റർ എന്റെ ജീവിതത്തില്. വേറെ ആൽക്കഹോള്, വെറൈറ്റി സാധനം. ആൽക്കഹോൾ കൺസപ്ഷൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ എവിടെ എത്തി? ഞാൻ ഒരു സൗണ്ട് കേട്ട് കുരിശാ. ഞാൻ അറിയാണ്ട് കേക്കണതാണോ? ലേം ഡി ഡോർലീസ്. ആൾക്കാരെ കുഴിച്ചിട്ട സ്ഥലത്താണ് ഞാൻ എത്തി. ഇത് ഹൊറർ ഗെയിമായി മാറൂ. നിങ്ങൾ കേട്ടില്ല എന്ന് പറയരുത്. ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം നിങ്ങളെ. നോക്കിയോട്ടാ. അത് കേട്ടാ നിങ്ങള്? ഇവിടെ ആക്ച്വലി മണ്ണിന്റെ അടിയില് ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട്. ബേബിയാ, എടാ ആരും മണ്ണിന്റെ അടിയിൽ നിന്ന് തട്ടണ സൗണ്ട് കേട്ടടാ. എടാ ഗണ്ടിങ്ങനെ തട്ടണേ. എടാ ഹലോയാ, ഞാരോ കൊണ്ടുപോയി എന്നാടാ തോന്നണേ. കുരിശൊക്കെ വെച്ച ഏതൊരു ദിക്കില് ഞാൻ എത്തിയടാ. ഇത് ഏത് ഏരിയ? മച്ചാനെ ഞാൻ ഇനി നിന്നെ രക്ഷിക്കണ്ടേ? നീ എങ്ങനെ മണ്ണിന്റെ അടിയിൽ പോയി? കുറച്ച് പെട്രോൾ ഒഴിക്കട്ടെ. എന്നാ കുറച്ച് പെട്രോൾ കൂടി. എന്നാ നീ സ്വയം രക്ഷപ്പെടറാ. അത് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ. അപ്പൊ ശരി, ബായ്. അവന്റെ ബേബി പോവാ. അവിടെ ഇപ്പോഴും മുട്ടലും ഇതൊക്കെ കേക്കുന്നുണ്ടാ. ഞാൻ വേറെ ഏതോ ലോകത്തെത്തിയെന്ന് എനിക്ക് തോന്നേ. ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ടവർ ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ടവറും ഇല്ല. ഇവിടെ ഒരു മൂത്രപ്പുരയുണ്ട്. അയ്യോ, ഇങ്ങനൊന്നും വണ്ടി ഓടിച്ച് കൊണ്ടുവരില്ലടാ. മൊത്തം പോകുമ്പോ എന്റെ അമ്മേ. ഇവിടെ ഞാൻ അത് വിചാരിച്ചോളൂ. ഓ മൈ ഗോഡ് ബ്രോ, വാട്ട്? ഇവിടെ നിന്ന് ചെയ്യെങ്കിൽ താല്പര്യ. വലിയൊരു എക്സ്പ്ലോഷൻ കാണിച്ചായിരുന്നു നിങ്ങക്ക്. എടാ ഭയങ്കര ഡേഞ്ചർ ആട്ടോ അത്. നിങ്ങക്ക് അറിയില്ല. ഞാൻ അന്ന് ഇതുപോലത്തെ എന്താ സാധനമാണ് ഞാൻ പൊട്ടിച്ചിട്ട് തകർന്നു പോയി എന്റെ ലൈഫ്. എടാ അവിടെ വലിയ എന്തോ ഇതാടാ, ആൾക്കാരെ കൊല്ലാൻ വേണ്ടി. അവിടെ മൊത്തം പോകുമ്പോ പൊട്ടിത്തെറിച്ചില്ല. അതായത് നമ്മളടുത്ത് ചെന്നാൽ മാത്രമേ ചാവുള്ളൂ. സേവ് ചെയ്യട്ടെ, കാരണം ഞാനിപ്പോ ചാവും. ഞാൻ ചാവും. അതെന്തൂട്ടാ ഇപ്പടാ? അതെന്തിനാടാ അങ്ങനെ വെച്ചേക്കണേ? ഇവൻ ചത്തുപോവും ചീട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടിന്ന് കുഴി പോകുമ്പാണ് ഇവിടെ. എനിക്ക് റിസ്ക് എടുക്കാൻ വേണേ. നമുക്കത് ഭയങ്കര റിസ്ക്. അത് അറിഞ്ഞിട്ട് നമ്മൾ മറ്റേ കുഴി തോണ്ടിയിട്ട് കുഴിയിലോട്ട് ചാടി മരിക്കാൻ എനിക്ക് താല്പര്യമില്ല. സ്വന്തമായിട്ട് എന്തിനാണ് വെറുതെ വഴിയിൽ കൂടെ പോണ പണിയത്. നമ്മളത് അവിടെ പോയി ചത്തു കഴിഞ്ഞാൽ മറ്റേ ആമസോണില് വള്ളി ഓർഡർ ചെയ്ത് മേടിച്ച് പോലെയായി പോവും. ഞാനൊരു നിമിഷം ചത്തേനാട്ടോ. നിങ്ങളത് എനിക്ക് റിവൈൻഡ് ചെയ്ത് നോക്കണം. ഞാൻ അങ്ങനെ ഓടിച്ചു പോവാ. അതിലോട്ടങ്ങനെ ഓടിച്ചു പോയെങ്കിൽ എന്റെ ഈ വണ്ടി പപ്പട പരിവാ. എല്ലാം പോവെന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം. സിനി മുതൽ നമ്മൾ നിർത്തുമ്പോ നോക്കണം കേട്ടാ. ഒരു വട്ടെങ്കിൽ കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ നിർത്തുള്ളൂ. നല്ലൊരു സ്ഥലം കിട്ടിയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും.